ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് സംഘത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, നമ്മൾ അരി ഉഴുന്നും അരയ്ക്കുന്ന സമയത്ത് ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കാനായിട്ട് നമ്മൾ അരി ഉഴുന്നൊക്കെ അരയ്ക്കാറുണ്ടില്ലേ. ആ ഒരു ടൈമിൽ നമ്മൾ അരി ഉഴുന്നും അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉള്ള മാവ് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഒരുപാട് പുളിച്ച് കയറാതെ അതുകൊണ്ട് ആവശ്യത്തിനുള്ള പുളിയായിട്ടിരിക്കാനും അതുപോലെ എത്ര ദിവസം വെച്ചിരുന്നാലും പുളിച്ച് കയറാതിരിക്കാനും എന്തൊക്കെ ചെയ്താലും സോഫ്റ്റ് ആവാത്ത ഇഡ്ഡലിയും ദോശയും സോഫ്റ്റ് ആവാനും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആവാനും ഒക്കെയുള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരിയും ഉഴുന്നും ഒരേപോലെ ഒന്നിച്ചാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഏകദേശം ഇതൊരു 7 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്ന അരി ഉഴുന്നുമാണ്. നിങ്ങൾക്ക് 6 തൊട്ട് 10 മണിക്കൂർ വേണമെങ്കിലും മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ അരിയാണെങ്കിലും എടുത്തിരിക്കുന്നത് റേഷൻ കടയിലെ അരിയാണ്. ഒരു ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ചാക്കരിയുമാണ് റേഷൻ കടയിലെ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 3/4 ഗ്ലാസ് ഉഴുന്ന് പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ നല്ലപോലെ കഴുകിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ഒരു അളവിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതുപോലൊരു പായസം കിട്ടിയ ഒരു പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് 2 ഗ്ലാസ് അരി, 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ചാക്കരിയും 1/4 ഗ്ലാസ് ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ നല്ലപോലെ എല്ലാം കഴുകിയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാനിത് 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പിൽ അരയ്ക്കാനുള്ള അരി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനപ്പോൾ ഇഡ്ഡലിക്കാണ് അരയ്ക്കുന്നത്, അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ദോശയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചേറെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം എന്നാൽ ഞാനിവിടെ ആദ്യത്തെ ട്രിപ്പ് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്ന വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച വെള്ളമായിരിക്കണം. കാരണം നമ്മുടെ ആ ഒരു മാവ് അരയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിയുടെ ആ ഒരു ചൂട് കാരണം മാവ് എളുപ്പമെന്ന് പുളിച്ച് കിട്ടത്തില്ല. അപ്പം അതുപോലെ തന്നെ മാവ് പെട്ടെന്ന് കേടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നമ്മൾ ഒന്നാമതായിട്ടും ചെയ്യുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ മാവ് അരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് മാവ് അരച്ചത് ഫുള്ള് ഞാൻ ആ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ മാവ് അരയ്ക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത്, തണുത്ത വെള്ളം ഒഴിച്ച് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പക്ഷേ ഇതിലേക്ക് നമ്മളൊരു എക്സ്ട്രാ ചേർക്കുന്നത് ഇതേപോലെ ഒരു തവി ചോറൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ റേഷൻ അരി ആണെങ്കിലും ജയരി ആണെങ്കിലും വെള്ളച്ചോറാണെങ്കിലും നമുക്ക് ആ ഒരു ഇഡ്ഡലിക്ക് നല്ല കളർ കിട്ടും. ചമ്പാവരി ആകുമ്പോൾ അത്രയും ഒരു കളർ കിട്ടത്തില്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചമ്പാവരി വേണമെങ്കിലും അരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെള്ളച്ചോറാണ് എടുത്തിരിക്കുന്നത്. വെള്ളച്ചോറാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി, നല്ല വെള്ള കളറുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അപ്പം ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തവി ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യരുത്. കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. പുളിച്ചിട്ട് പിന്നെ നമുക്ക് ആ ഒരു ദോശയോ ഇഡ്ഡലിയോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് ഇപ്പം ചേർക്കുന്നുമില്ല. ഉപ്പ് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 തൊട്ട് 8 മണിക്കൂർ, 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അത് നമ്മൾ വീടിനകത്ത് തന്നെയാണ്, റൂമിനകത്ത് തന്നെയാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ച് വെക്കാം. അതുപോലെ തന്നെ തവി വെച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും അടയ്ക്കരുത്. തവി എടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ അതാ നമുക്കിനി ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറിനോ ശേഷം തുറന്നെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു മാവ് അരച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 9 മണിക്കൂറോളം ആയിട്ടുണ്ട്, 8-9 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മാവ് നല്ലപോലെ പുളിച്ച് കയറിയിട്ടുണ്ട്. അതാ ഞാനിവിടെ അടുത്ത് നിങ്ങളെയൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമ്മുടെ മാവ് ഇവിടെ പുളിച്ച് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ദോശ ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനുമുള്ള 2 ടിപ്പ് കൂടെ ഞാനിവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു മാവ് ഇനിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ ആ ഇഡ്ഡലിക്കുള്ള മാവ് ഞാനിവിടെ വേറെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവിലേക്ക് നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയുടെ ടേസ്റ്റ് ഇരട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. നല്ല സോഫ്റ്റും അതുപോലൊക്കെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാവിന് നമ്മൾ കൈയിട്ട് ഒട്ടും ഇളക്കിയിട്ടില്ല. കൈയിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു മാവ് അങ്ങ് പുളിച്ച് കയറും. പിന്നെ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും കഴിക്കാൻ കൊള്ളത്തില്ല. അതുപോലൊക്കെ പുളിയായിരിക്കും. അപ്പോൾ ഓവർ പുളിയുള്ള ദോശ ഇഡ്ഡലി ആണെങ്കിലും ടേസ്റ്റ് കാണത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് 1 സ്പൂൺ കട്ട തൈരാണ്. ഇവിടെ ഞാൻ മാവ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് 1 സ്പൂൺ കട്ട തൈര് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാവിന് ഓൾറെഡി പുളി ഉള്ളത് കാരണം ഒരു കാരണവശാലും ഒത്തിരി പുളിയുള്ള തൈര് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ പിന്നെ ആ ഒരു മാവ് വീണ്ടും പുളിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്താവും. അപ്പോൾ നല്ല അധികം പുളിയില്ലാത്ത നല്ല കട്ടയായിട്ടുള്ള തൈര് നമ്മൾ ഇതുപോലൊക്കെ ഈ ഒരു ഇഡ്ഡലി മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ആ മാവ് ഇവിടെ ഞാൻ നന്നായിട്ട് തൈര് ഒഴിച്ചൊന്ന് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു ഇഡ്ഡലി വെച്ച് കൊടുത്തിട്ടൊരു 8 തൊട്ട് 10 മിനിറ്റോളം 9 മിനിറ്റോളം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 8 തൊട്ട് 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി വെന്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുക്കാം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ഇഡ്ഡലിയുടെ പുറത്തേക്ക് തുള്ളി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. തളിച്ച് കൊടുത്തൊരു 3 മിനിറ്റോളം നമുക്ക് ഇതുപോലൊക്കെ വെക്കാം. വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ടേസ്റ്റി ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മൾ തൈരൂടെ ചേർത്തേക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദോശമാവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദോശ കുറച്ച് ലൂസായിട്ട് മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇഡ്ഡലിക്ക് ഇത്രയും മാവ് നല്ല തിക്കായിട്ടുള്ള മാവ് വേണം. ദോശയ്ക്കാകുമ്പോൾ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ദോശ നല്ല സോഫ്റ്റും ടേസ്റ്റി അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആവാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള പഞ്ചസാരയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ മാവ് കുറച്ചുള്ളത് കൊണ്ട് മാത്രമാണ് 1/2 ടേബിൾ സ്പൂൺ. അപ്പം നിങ്ങൾക്ക് മാവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മാവിന് പുളി ആവശ്യത്തിനുള്ളത് കാരണം ആ ഒരു മധുരം ഒരു കാരണവശാലും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ദോശയ്ക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലൊക്കെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇഡ്ഡലിക്ക് നമ്മൾ തൈര് ചേർക്കുമ്പോൾ ദോശയ്ക്കാണെങ്കിൽ ഇതുപോലെ പഞ്ചസാര ചേർത്താൽ മതി, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ മാവ് കോരി ഒഴിച്ചൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ദോശക്കല്ലാണെങ്കിൽ നല്ലപോലെ എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ചെറിയ ബബിൾസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ദോശ ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ദോശയൊന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ഞാൻ ദോശയ്ക്ക് ഇഡ്ഡലിക്കായിട്ട് ഇന്നൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. സാമ്പാറല്ല, ചമ്മന്തിയാണ്. അതിനായിട്ട് നമ്മൾ 1/4 മുറി തേങ്ങ ഇവിടെ തിരുകി എടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ ഉള്ളിയും 1 പീസ് ഇഞ്ചിയും ആവശ്യത്തിന് മുളകും ചേർത്ത് ഉപ്പൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. സാധാരണ നമ്മൾ കടുക് വറക്കുന്ന പോലെ കടുക് വറുത്ത് ഫ്ലെയിം ഒന്ന് ലോയിൽ വെക്കണം, അല്ലെങ്കിൽ ഓഫാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തിയുടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മിക്സിയിൽ ഉപ്പൂടെ ചേർത്താണ് അരച്ചത്, അതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതാണെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉള്ള സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഞാൻ തയ്യാറാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്. ദോശയും കഴിക്കാം, ഇഡ്ഡലിക്കും കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദോശ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ചമ്മന്തി അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ദോശ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു സൈഡ് നിങ്ങൾക്ക് വെന്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നെയ്യൊന്നും ചേർക്കാതാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.